ബാംഗ്ലൂരിലെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള മഹാലക്ഷ്മി എന്ന ഈ ഒരു യുവതിയെ ഒരു യുവാവ് കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്തിയതിനു ശേഷം ആ യുവതിയുടെ ബോഡി 59 പീസുകളാക്കി കട്ടാക്കി ഫ്രിഡ്ജിലാക്കിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകുകയും ചെയ്തു. ആക്ച്വലി ആരാണ് ആ യുവാവ്? എന്തുകൊണ്ടാണ് ഈ മഹാലക്ഷ്മിയെ ഇത്രയും ക്രൂരമായിട്ട് കൊന്നത്? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? എന്തുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഹായ് എസ് കെ പ്ലാറ്റൂൺ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ എസ് കെ പ്ലാറ്റൂണിൽ അംഗമല്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. തുടർന്ന് ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ച് അവരും കൂടി ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുന്നതിന് സഹായിക്കുക. ഓക്കെ ഗൈസ്, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാംഗ്ലൂരിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലെ ഒരു റൂമിൽ നിന്ന് ഒരു ദിവസം ഒരു വൃത്തികെട്ട സ്മെല്ല് പുറത്തേക്ക് വീശുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് അവിടെയുള്ള ആൾക്കാർ ഈ റൂമിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്മെല്ല് അടിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ വിവരം അറിയിച്ചു. അങ്ങനെ അപ്പാർട്ട്മെന്റിലെ ചില ജീവനക്കാർ ആ റൂം വന്ന് സന്ദർശിക്കുകയും ചെയ്യുന്നു. ആ റൂം പൂട്ടിക്കിടക്കുകയാണ്. ആ റൂമിൽ ആരാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് മഹാലക്ഷ്മി എന്ന ആള് താമസിച്ചിരുന്നു എന്നുള്ളത് അവരറിയുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയെ ഇവര് അന്വേഷിക്കുന്നുണ്ട്. ബട്ട് മഹാലക്ഷ്മിയെ കുറിച്ച് യാതൊരു വിവരവും ഇവർക്ക് ലഭിക്കുന്നില്ല. തുടർന്ന് മഹാലക്ഷ്മിയുടെ മാതാപിതാക്കളെ ഈ കാര്യം അറിയിക്കുന്നു. മഹാലക്ഷ്മിയുടെ അമ്മയും ചേച്ചിയും മഹാലക്ഷ്മി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയും മഹാലക്ഷ്മിയുടെ റൂം അതിന്റെ പൂട്ട് പൊളിച്ച് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അകത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ ഏറെ തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അവിടെയൊക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്നതാണ് ഇവരെ കാണുന്നത്. മാത്രമല്ല വളരെ ദുർഗന്ധവും നിറഞ്ഞതും അതുപോലെ തന്നെ വളരെ ഡേർട്ടിയുമായിരുന്നു ആ റൂം എന്ന് പറയുന്നത്. അത്രത്തോളം അലങ്കോലമായിരുന്നു. റൂമിന്റെ ചില ഭാഗങ്ങളിൽ അവിടെയൊക്കെ ആയിട്ട് ചോരയുടെ തുള്ളികൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില പ്രാണികൾ അവിടെയൊക്കെ ആയിട്ട് ഓടിക്കളിക്കുന്നത് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇവർ കൂടുതൽ പേടിച്ചു. പിന്നെ അങ്ങനെ ഇവർ ഫ്രിഡ്ജിന്റെ അടുത്ത് പോവുകയും ഈ അമ്മ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. എന്താണെന്ന് നോക്കുമ്പോൾ ആ ഫ്രിഡ്ജിന്റെ അടുത്ത് ഈ അമ്മയുടെ മകളായ മഹാലക്ഷ്മിയുടെ ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കിയ അവസ്ഥയിലാണ് കാണുന്നത്. അത് കണ്ട ഉടൻ തന്നെ ഈ അമ്മ അലറി വിളിച്ചുകൊണ്ട് ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. കൂടെ മഹാലക്ഷ്മിയുടെ ചേച്ചിയും. ഇവരുടെ ഈ അലറുന്ന ശബ്ദം കേട്ടിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന, അതായത് ഈ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന മറ്റു ആൾക്കാരെല്ലാം തന്നെ ഈ റൂമിലേക്ക് വരികയും ആ റൂം കാണുകയും ചെയ്യുന്നു. ആ റൂമിലെ ആ ഭയാനകമായ കാഴ്ച കണ്ടതിന് ശേഷം അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കും. തുടർന്ന് പോലീസ് എത്തി ആ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആ 59 പീസായിട്ട് കട്ട് ചെയ്ത ആ ബോഡി പാർട്സുകളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ബംഗളൂരു പോലീസ് മഹാലക്ഷ്മി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ ചില ആൾക്കാരെ മഹാലക്ഷ്മിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ ഒരു 4-5 പേരെ സസ്പെക്റ്റ് ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അന്വേഷിക്കുന്നു. എന്നാൽ മഹാലക്ഷ്മിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ലീഡും പോലീസിന് ലഭിക്കാതെ വരികയാണ്. തുടർന്ന് വീണ്ടും പോലീസ് അന്വേഷണം തുടരുന്നു. ആ അന്വേഷണത്തിൽ മഹാലക്ഷ്മിക്ക് ഒരു ഭർത്താവും അതുപോലെ തന്നെ ഒരു മകളുമുള്ള വിവരം പോലീസ് അറിയുന്നു. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡായ ഹേമന്ത് എന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ അന്വേഷണത്തിൽ മഹാലക്ഷ്മിക്കും ഈ ഹേമന്ത് എന്ന ആൾക്കും പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നതായും ആ പ്രശ്നത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഡിവോഴ്സൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നതെന്നും പോലീസിന് ഹേമന്ത് മറുപടി കൊടുത്തു. എന്നാൽ ഈ പ്രശ്നത്തിന് അഷ്റഫ് എന്ന് പറയുന്ന ഒരാളാണ് കാരണമെന്നും അയാള് നിലവില് അവിടെയുള്ള ഒരു സലൂണിലാണ് വർക്ക് ചെയ്യുന്നതെന്നും ചിലപ്പോൾ അയാളായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്തിരിക്കാം എന്നും പോലീസിന് മറുപടി കൊടുക്കുന്നു. മഹാലക്ഷ്മിയുടെ ഭർത്താവായ ഹേമന്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഷ്റഫ് എന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഈ മഹാലക്ഷ്മിയുടെ കൊലപാതകവുമായിട്ട് അഷ്റഫുമായി അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ അഷ്റഫ് പറയുന്നത് ഇങ്ങനെയാണ്: മഹാലക്ഷ്മിക്കും എനിക്കും ബന്ധമുണ്ടായിരുന്നത് സത്യം തന്നെയാണ്.
എന്നാൽ മഹാലക്ഷ്മിയെ ഞാൻ കൊന്നിട്ടില്ല എന്നുമാണ് അഷ്റഫ് പോലീസിന് കൊടുക്കുന്ന മറുപടി. തുടർന്ന് പോലീസ് അഷ്റഫ് കുറ്റവാളിയല്ല എന്ന നിഗമനത്തിലെത്തുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന ഏതൊരാളും അവിടെ തന്നെ താമസിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. പൊതുവെ അവിടെ നിന്ന് എസ്കേപ്പ് ആകലായിരിക്കും പണി. എന്നാൽ അഷ്റഫ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സോ അഷ്റഫ് കൊന്നിട്ടില്ല എന്ന് പോലീസ് തിരിച്ചറിയുന്നു. അങ്ങനെ പോലീസിന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലീഡും അവിടെയും കിട്ടുന്നില്ല. തുടർന്ന് വീണ്ടും പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം തുടരുന്നു. ആ ഒരു അന്വേഷണത്തിൽ പോലീസിന് ഒരാൾ മാത്രം മിസ്സിംഗ് ഉള്ളതായിട്ട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ആരാണ് അയാൾ എന്ന് അന്വേഷിക്കുമ്പോഴാണ് മുക്തി രഞ്ജൻ റോയ് എന്ന ആളെക്കുറിച്ച് അറിയുന്നത്. ഈ മുക്തി രഞ്ജൻ റോയ് ആരാണെന്ന് പോലീസ് അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൽ മുക്തി രഞ്ജൻ റോയ്ക്ക് ഒരു സഹോദരൻ ഉള്ളതായിട്ടും ആ സഹോദരൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നതായിട്ടും പോലീസിന് വിവരം ലഭിക്കുന്നു. അങ്ങനെ പോലീസ് മുക്തി രഞ്ജൻ റോയുടെ സഹോദരനെ അറ്റാക്ക് ചെയ്യുന്നു, മീൻസ് പോയി പിടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പോയി പിടിച്ചിട്ട് മുക്തി രഞ്ജൻ റോയിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തിൽ മുക്തി രഞ്ജൻ റോയുടെ സഹോദരൻ മുക്തി രഞ്ജൻ റോയെ കുറിച്ചും മഹാലക്ഷ്മിയെ കുറിച്ചും പറയുന്നത് ഇങ്ങനെയാണ്. മുക്തിയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയും അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഇത്രകാലം ജീവിച്ചിരുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഇവർക്ക് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും അവർ രണ്ടുപേരെ തന്നെ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെന്നും അങ്ങനെ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് മുക്തി മഹാലക്ഷ്മി അടിച്ചപ്പോൾ മഹാലക്ഷ്മി മരണപ്പെടുന്നതെന്നും അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ വന്നപ്പോഴാണ് മുക്തി മഹാലക്ഷ്മിയെ ഇത്തരത്തിൽ ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയത് എന്നുമാണ് പോലീസിന് മുക്തിയുടെ അനിയൻ പറയുന്ന മറുപടി എന്ന് പറയുന്നത്. മാത്രമല്ല ഞാനും മഹാലക്ഷ്മിയും സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഏതൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടതിന് ശേഷം എൻ്റെ സഹോദരൻ മഹാലക്ഷ്മിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നും പോലീസിന് മറുപടി കൊടുത്തു മുക്തി രഞ്ജന്റെ സഹോദരൻ. അതുപോലെ തന്നെ ഈ മഹാലക്ഷ്മിയുടെ മരണത്തിന് ശേഷം ഞാനും പല പ്രാവശ്യം എൻ്റെ ചേട്ടനെ വിളിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നും എന്നാൽ ഈ അടുത്ത കാലത്ത് ഓണാക്കി എന്നെ വിളിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുമാണ് മുക്തിയുടെ സഹോദരൻ പോലീസിന് മൊഴി കൊടുത്തത്. തുടർന്ന് കർണാടക പോലീസ് ഒഡീഷ പോലീസിലേക്ക് വിവരം അറിയിക്കുകയും അങ്ങനെ ഒഡീഷ പോലീസും കർണാടക പോലീസും മുക്തിരഞ്ജന്റെ ഗ്രാമത്തിലേക്ക് പോവുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ മുക്തിരഞ്ജൻ ആ ഗ്രാമത്തിൽ ഇല്ല. അപ്പോൾ ആ ഒരു അന്വേഷണത്തിൽ മുക്തിരഞ്ജന്റെ സുഹൃത്തിന്റെ ബൈക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. ബട്ട് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല എന്നാണ് മുക്തിരഞ്ജന്റെ ഫ്രണ്ട് പോലീസിന് മറുപടി കൊടുക്കുന്നത്. തുടർന്ന് കർണാടക പോലീസും ഒഡീഷ പോലീസും മുക്തിരഞ്ജനുള്ള തെരച്ചിൽ വീണ്ടും തുടരുകയാണ്. അങ്ങനെ അന്വേഷിച്ച് ഒരു സ്ഥലത്തെത്തുന്നു. ഒരു സ്ഥലത്ത് ഒരു മരത്തിന്റെ മുകളിൽ ഒരു ബോഡി തൂങ്ങിക്കിടക്കുന്നത് കാണുന്നു. ആരുടേതാണ് ഈ ബോഡി എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൽ ആ ബോഡി മുക്തിരഞ്ജന്റേതാണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നു. മുക്തിരഞ്ജന്റെ ബോഡി പരിശോധിക്കുമ്പോൾ ഒരു ലെറ്റർ കിട്ടുന്നു. ആ ലെറ്ററിൽ ഞാനാണ് മഹാലക്ഷ്മിയെ കൊന്നതെന്നും അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്നുമാണ് മുക്തിരഞ്ജൻ ആ കത്തിൽ എഴുതി വെച്ചിരുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആകുന്നു. സോ ഗൈസ്, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നേ ഉള്ളൂ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങളുണ്ട്. സന്തോഷം, സങ്കടം, ദേഷ്യം, ഉത്കണ്ഠ, കോപം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ എക്സ്ട്രീം ലെവലായിട്ട് എല്ലാ സമയത്തും നമ്മൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ല. ഇതൊക്കെ സന്ദർഭം അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പൊതുവെ ഈ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഈ കോപം ഒക്കെ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള ദേഷ്യം നമുക്ക് എക്സ്ട്രീം ലെവലായിട്ട് വരുന്നത്. ഇനി ഇതിപ്പോൾ ആണായാലും പെണ്ണായാലും സെയിം ആണ്. ഈ ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൊതുവെ നമ്മൾ ആ ഒരു സെക്കൻഡ് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അത് കൃത്യമായില്ല എങ്കിൽ ഇപ്പോൾ മഹാലക്ഷ്മിക്കുണ്ടായ പോലെ അല്ലെങ്കിൽ മുക്തിരഞ്ജൻ ഉണ്ടായ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദാറ്റ്സ് നാച്ചുറൽ ആണ്. സോ ഈ കോപം എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കോപം മാത്രമല്ല, ഇങ്ങനെയാണ് പല വികാരങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യാനും പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എക്സ്ട്രീം ലെവലായിട്ടുള്ള സ്നേഹമായാൽ പോലും പ്രശ്നമാണ് ചില ബന്ധങ്ങളിൽ. അത് നമ്മൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇതിന്റെ മേലൊക്കെ ഒരു ചെറിയൊരു കൺട്രോൾ നമുക്ക് വേണം. അത് നമ്മുടെ അറിവോട് കൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം.
അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയിലല്ല ഇവിടെ ഉള്ളത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണും പെണ്ണും പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകണമെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആണ് പെണ്ണ് എന്താണെന്നും പെണ്ണ് ആരാണെന്നും അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെണ്ണ് ആണ് എന്താണ്, ആണ് ആരാണ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഈ അറിവിൽ നിന്നാണ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് റെസ്പെക്ട് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഒരു നല്ലൊരു ബന്ധത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് ഞാൻ എല്ലാവരെയും പറയുന്നില്ല. ചില റിലേഷൻഷിപ്പുകളിൽ ഇങ്ങനെയൊക്കെയാണ് പല പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോമിനേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ആൺ ഡോമിനേറ്റ് ചെയ്യും, ചില സ്ഥലങ്ങളിൽ പെണ്ണ് ഡോമിനേറ്റ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ആണും പെണ്ണും തമ്മിലുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ ജീവിതം നല്ല രീതിക്ക് കടന്നു പോകുന്നത്. ബന്ധങ്ങൾ നന്നായാലാണല്ലോ ജീവിതം നന്നാവുക. സോ അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടിയാലാണ് ഒരു നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. എവിടെ നോക്കിയാലും ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയും ഇത്തരത്തിലുള്ള ഡോമിനേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുറച്ചുകൂടി ജനാധിപത്യ രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഭരണഘടന പഠിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ബട്ട് അത് റിയലൈസ് ചെയ്ത് അത് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താനായിട്ട് സാധിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകാനും പോകുന്നില്ല എന്നതാണ് ഞാൻ ഈ ഒരു നിമിഷം ഓർമ്മപ്പെടുത്തുന്നത്. സോ ഗൈസ്, ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ബന്ധങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ റെസ്പെക്റ്റ് വളരെ പ്രധാനമാണ്. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകണമെങ്കിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് വേണം. അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പരസ്പരമുള്ള ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം നമുക്ക് ഏവർക്കും ഉണ്ടാവുക. ആ ഫ്രീഡം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനും സാധിക്കുക. സോ നമ്മുടെ ഫ്രീഡം നമ്മുടെ കൈകളിലാണ്. നിങ്ങൾ ഫാമിലി ആയാലും അതുപോലെ തന്നെ ലവേഴ്സ് ആയാലും മറ്റ് റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരായാൽ പോലും ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അത് ഫോളോ ചെയ്ത് പരസ്പരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ടാണ് നാം ജീവിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം കൂടി സ്വയം മനസ്സിലാക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.